ബിൽഡപ്പ് ആവശ്യം. ഒരു ബിൽഡപ്പ് അല്ലെ കൊടുക്കുമ്പോൾ, ഒരു കൊലപാതകം കൊണ്ടുവന്ന് ഒരു ബിൽഡപ്പ് കൊടുക്കുമ്പോൾ ആ ഒരു സെറ്റപ്പ് വേണം. ഭയങ്കര ബിൽഡപ്പ് കൊണ്ട് നേരെ കസേരക്കകത്ത് പറയടി, സത്യം പറയടി, നീയാണോ കൊന്നേ? അയ്യോ സാറേ ഞാനാ കൊന്നേ. ഇതാണ് ബിൽഡപ്പ്. ഇങ്ങനെയാണ് സാധനം എടുത്ത് വെച്ചേക്കുന്നത്. ഈ സൂത്രവാക്യ മൂവി ഞാൻ ഇരുന്ന് കണ്ട്, കാരണം ഞാൻ ത്രില്ലർ എന്ന രീതിയിൽ പോണ്ട്. ഷൈൻ ടോം ചോക്കോ അടിപൊളി ട്രെയിലറൊക്കെ കണ്ട്. അപ്പൊ ട്രെയിലർ കണ്ടപ്പോൾ ചെറിയൊരു പന്തികേട് തോന്നി. എന്താണ് സംഭവം? ഈ സ്കൂളും പോലീസ് സ്റ്റേഷനൊക്കെ ഒന്നിച്ച് സംഭവം പ്രതീക്ഷ പോലെ തന്നെ കണ്ടു. അല്ല, ഈ പോലീസന്മാർക്ക് പിള്ളേരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ്. കണ്ടപ്പോൾ ഒന്ന് ക്ലീശ തോന്നി, എങ്കിലും ഞാൻ കണ്ടു നോക്കി. മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും തോറും പല സീനുകളും എനിക്ക് എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ ഈ സിനിമയുടെ പല സീനുകളും എടുത്തേക്കുന്നത് ഞായറാഴ്ച ദിവസമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു സ്കൂളിലെ സംഭവം കാണിച്ച സ്കൂളിൽ ആരുമില്ല. നമ്മൾ ഞായറാഴ്ച അവധി ദിവസങ്ങളിൽ ഈ സ്കൂളിലെ ബസ്സുകൾ കൂടുതലും ഈ ഓപ്പോസിറ്റ് തിരിച്ചിട്ടേക്കുന്ന കാണുമല്ലോ. അപ്പൊ ഇതുപോലെ ഓപ്പോസിറ്റ് തിരിച്ചിട്ട കുറെ സീനുകളും, അവിടെ എക്സിബിഷൻ വലിയൊരു എക്സിബിഷൻ നടക്കുന്നുണ്ട്. ആ എക്സിബിഷൻ ആണെങ്കിൽ ആ പടം 5-6 പേരെ വെച്ച് നടക്കുന്നത്. പക്ഷെ ഇതിന് ഇത്രയും പറയാനുള്ള കാരണം, ഞാൻ ആ സിനിമയുടെ ആദ്യം ബഡ്ജറ്റ് നോക്കി. 5.5 കോടി രൂപയാണ് ആ സിനിമയുടെ ബഡ്ജറ്റ്. 5.5 കോടി രൂപയും കൊണ്ട് ചെയ്തു വെച്ചേക്കുന്ന ഒരു സിനിമ കണ്ടപ്പോൾ എനിക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല. കാര്യം 5.5 കോടി രൂപയുടെ ഒരു വകുപ്പില്ല. കാരണം എനിക്ക് തോന്നുന്നു ഈ ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈമിന് എല്ലാ ഞായറാഴ്ചയാണെന്ന് തോന്നുന്നു ഈ സിനിമ ഷൂട്ട് ചെയ്തത്. കാരണം അത് ഞായറാഴ്ച, കാര്യം എന്റെ അറിവ് ശരിയാണെന്നുണ്ട്. ഞാൻ ആ സിനിമ കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായെന്ന് പറഞ്ഞാൽ, അതിനകത്ത് ഒരു സീനിന് മാത്രമേ അവിടെ പൈസ മുടക്കിയിട്ടുള്ളൂ. പൈസ മുടക്കിയെന്നും പറയാൻ പറ്റില്ല. ഒരു തെയ്യത്തിന്റെ സീനുണ്ട്, ഒരു പേഴ്സ് കളഞ്ഞു കിട്ടുന്നത്. അപ്പൊ ആ പേഴ്സ് കളഞ്ഞു കിട്ടുന്ന സീൻ എന്ന് പറഞ്ഞാൽ കുറെ തെയ്യം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് രീതിയിൽ കാണിക്കുന്ന ഒരു രീതിയിലാണ്. ഭയങ്കര. അത് മാത്രമല്ല, അതിനകത്ത് ഓരോ സാധനവും ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു ഡയറക്ഷന്റെ ഒരു ഫോൾട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അല്ല, അത് തന്നെ അതേ പറയാം. അല്ലെ എഡിറ്റിംഗ്, മ്യൂസിക്, അതിന്റെ അതുപോലെ ഡയറക്ഷന്റെ ഫോൾട്ട് എന്ന് പറഞ്ഞാൽ മൊത്തം സ്ലോ മോഷന്. ഒരു സാധനം, ഒരു ഒരു കൊലപാതകത്തിന് ഒരു തുമ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ സീരിയൽ മാതിരി എടുത്തിട്ട് ടങ് 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 എന്നും പറഞ്ഞു അത് എടുത്ത് കാണിക്കുക, ഇവിടെ കാണിക്കുക, അവിടെ കാണിക്കുക. അത്ര കാര്യം. ഇതെന്ന് പറഞ്ഞ് നമ്മൾ കറക്റ്റായിട്ട് പറയുക, സീരിയലിനകത്ത് അമ്മായിയമ്മ പോരിനകത്തൊക്കെ ഇടയ്ക്ക് വെച്ചിട്ട് ഓരോരുത്തരുടെ ഫേസ് കാണിക്കുന്ന പോലാണ് ഒരു സാധനം എടുത്തു വെച്ചിട്ട് സ്ലോ മോഷന്റെ കളിയാ. സ്ലോ മോഷൻ ഒക്കെ അനാവശ്യമായിട്ടുള്ള, ഇപ്പൊ ടൂണൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മ്യൂസിക് അവിടെ, മ്യൂസിക് ഇവിടെ, അവിടെ എവിടെയൊക്കെ കിടക്കുന്നത്. അപ്പം ഞാൻ വെച്ചൊരു ചെറിയ ബഡ്ജറ്റിൽ ഏകാപ്പാട് ഒരു കോടി, മാക്സിമം 1 കോടി രൂപയ്ക്കകത്ത് ആ സിനിമ ആയിട്ടുള്ളൂ എന്ന് വിചാരിച്ചാണ് സത്യം പറയാൻ ഞാൻ ഇതൊക്കെ കണ്ടു തീർത്തതിന് ശേഷം എന്റെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ബഡ്ജറ്റ് 5.5 കോടി രൂപ, കിട്ടിയ പൈസ 67 ലക്ഷം രൂപ കളക്ഷൻ കിട്ടിയ ഒരു പടം. അപ്പോ ഇത് എന്തിനു വേണ്ടി? കാര്യം ആരുമില്ല ആ സിനിമയ്ക്കകത്ത്. പോലീസുകാർ വന്നാലോ വലിയൊരു കേസ് നടക്കുമ്പോഴോ ആരുമില്ല. ആ പാട് 2-3 വേസ്റ്റ് കളയുന്ന 2-3 വണ്ടികളും, അതിന് 2-3 ക്ലീനർമാരിക്കുന്ന ആൾക്കാരും, ആ തെയ്യം സീൻ എടുത്തതിന് മാത്രം കുറച്ച് ആൾക്കാർ. സീരിയലിനകത്തെ കൂട്ട് പറഞ്ഞ് ഇതേപോലൊരു സാധനം വേറെ എടുത്തു വെച്ച പോലെ